ഇത് നമുക്ക് കുറച്ച് നല്ല കക്കാശി ചെയ്യണം. അതൊന്ന് സൺഡേ സ്പെഷ്യലായിട്ട് നമുക്ക് കക്കാവസ്ഥ. അത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്യാതെ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി പൊടിയായിട്ടൊന്ന് ഇട്ടു. നന്നായിട്ട് വെച്ചു. ഉള്ളിയിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് വരും. നമുക്ക് അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് അരി അങ്ങനെ കൊടുത്തിട്ട് ഉള്ളി നന്നായിട്ട് വഴണ്ട് വരുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഉള്ളി ഇപ്പോൾ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ആക്കി കൊടുത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യേണ്ടത് പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും. ഇനി നമുക്കതിലേക്ക് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന കക്കാർച്ച ആഡ് ചെയ്യും. നന്നായിട്ട് ഇളക്കി കൊടുക്കും. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങയും പെരുംജീരകവും കൂടെ ചതച്ചത് ചേർത്തെടുക്കും. ഇനി ഇതിലേക്ക് നമുക്ക് കുരുമുളക് പൊടി ചേർത്തെടുക്കാം. പിന്നെ കൊച്ചുള്ളിയും തേങ്ങയൊക്കെ ഇട്ട് വഴറ്റിയപ്പോൾ അതിൻ്റെ കൂടെ ചേർക്കേണ്ട ഒരു സാധനമായിരുന്നു കറിവേപ്പില. അത് മറന്നുപോയി, പെട്ടെന്ന് നമുക്ക് ഇപ്പോൾ ആഡ് ചെയ്തെടുക്കും. നമുക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. അവിടെ നമുക്ക് ഈ ഒന്ന് ചേർത്ത് വെച്ചിട്ട് നമുക്ക് അതിന് പുറത്ത് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് അടച്ചിട്ട് ഇനി നമുക്കൊന്ന് തുറന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുക്കാം. അത് ഓപ്ഷനിലാണ്, വേണ്ടുന്നവർക്ക് ആഡ് ചെയ്യാം, ആഡ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ കക്ക തോരൻ ഇങ്ങനെ നന്നായിട്ട് മുരിഞ്ഞ് നല്ല ബ്രൗൺ കളറായിട്ട് റെഡി ആയിട്ടുണ്ട്. സോ ഗൈസ്, നമ്മളുടെ കക്ക റോസ്റ്റ് എന്ന് പറഞ്ഞാണ് നമ്മൾ തുടങ്ങിയത്. ഉണ്ടാക്കിക്കൊണ്ടിരുന്നതിന് ഇടയ്ക്ക് തേങ്ങയൊക്കെ ഇട്ട് ലാസ്റ്റ് നമ്മൾ കക്ക തോരനിലേക്ക് ഇത് എത്തിച്ചു. എന്തായാലും പോട്ടെ, നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ഉണ്ടോ? നല്ല ചൂട്. നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട്. കുറച്ചുകൂടെ വേറെ കുഴപ്പമൊന്നുമില്ല. നല്ല ടേസ്റ്റുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ബൈ.